ഇനി ഒരു കാര്യം ആലോചിക്കാം. എനിക്ക് ഇവിടെ എന്ത് പണി ഞാൻ ആക്കി തരില്ലേ? ഒരു മിനിറ്റ് മാഡം, ഒരു മിനിറ്റ്. ഇനി ബായിനോട് കച്ചറ ഉണ്ടാക്കുമ്പോൾ എന്നോട് ഉണ്ടാകും. ഇവിടെ പോയി ഏ മാഡം ഫുൾ കച്ചറ പക്ഷെ ഹിന്ദി അല്ലോ ഒരു ബംഗ്ല ഭാഷ. അപ്പൊ ഹിന്ദി അപ്പൊ മലയാളത്തിന്റെ മലയാളം നമ്മളെ വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് നമ്മളിതാക്കണ ഇവിടെ വീട്ടിലെത്തിയിട്ട് നമ്മളെ ആദ്യത്തെ വ്ളോഗാണ് ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയതിന് ശേഷം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വീട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൂട്ടിക്കെടുക്കുകയാണല്ലോ. അപ്പം ഇവിടെ ഫുള്ള് ചളി മണ്ണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബംഗാളിനെയൊക്കെ ആക്കി ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പൂട്ടിക്കെടുക്കുന്നതിന്റെ മുന്നേ ഞാൻ റെസ്റ്റ് ആയിരുന്നല്ലോ. എല്ലാ മേധാവിത്വം അതെ അതിനെക്കൊണ്ട് തോന്നെ പണിയൊന്നുമില്ല. അതാണ് മെയിൻ. അതാണ് അങ്ങനെ ഉണ്ട്. നോക്കിയാലും ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒക്കെ നീറ്റാണ് അല്ലേ. ഇവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ? ബംഗാളിനെ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ഫുള്ള് ഞാൻ ഉൾഭാഗം അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഉൾഭാഗം ഞാൻ വൃത്തിക്ക് കൊണ്ടെടുക്കും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വീടൊക്കെ അലങ്കോലായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. എന്നെ അറിയുന്ന ആൾക്കാരെ വീഡിയോ കാണട്ടോ. അതെന്താ? ഞാൻ ചായ കൊടുക്കട്ടെ. 11 മണിയായി. അപ്പൊ ഏതായാലും നമ്മളെ പണിക്കാരൻ ചായ കോൺവെർസേഷൻ നിങ്ങളൊന്ന് കണ്ടുപിടി. അപ്പൊ ബായിക്ക് ചായ കൊടുക്കാൻ പോവാണ്. ബായി പറഞ്ഞു ഇപ്പൊ ചായ മാണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടുത്തെ മാഡം ഫുൾ കച്ചറ. ബൈ ഏ മാഡം ഫുൾ കച്ചറ അങ്ങനല്ല പറയാ. പിന്നെന്താ പറയാ? ക്യാമറ ബ്ലോഗ് देखो माई ब्लॉग अല്ല माई ब्लॉग टीटी फैमिली देखो यूट्यूब चैनल टीटी फैमिली. तुम बंगाल है? बंगाल. കേസാ 20 വയസ്സായിട്ടുള്ളൂ കേട്ടോ. 28 20 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നെങ്കിൽ കഷ്ടപ്പെടുകയാണ്. അതല്ല നാട്ടിലുള്ള ആരോ നമ്മളെ പിടുത്തി ഇങ്ങോട്ട് നല്ലോണം എങ്ങനെ നാട്ടിലുള്ള ആരോന്നല്ലേ? അവനോടൊന്നും ചോദിക്കാൻ അറിയായിട്ടാണ് ഇങ്ങനെ നിക്കണേ. ചോദിക്കലപ്പോ എങ്ങനെയാന്ന് ആലോചിച്ച് നിക്കുകയാണ്. ശരിയാ ഷെമി ചോദിക്കും ഗൈസ് ബായിനോട്. യു കണ്ടിന്യൂ പോവല്ല പൂനെന്ന് പറയല്ലേ. എന്ത് അയ്യാ വെറുതെ പറഞ്ഞ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്നോടെല്ലാരും ചോദിക്കണ്ട് ഷെമി റെസ്റ്റ് എടുക്കട്ടോന്നൊക്കെ. റെസ്റ്റും ഇല്ല വന്നതിന് ശേഷം. ഷെമി ഇനി ഒരു കാര്യം ആലോചിക്കാം. എനിക്ക് ഇവിടെ എന്ത് പണി ഞാൻ ആക്കി തരില്ലേ? ഞാൻ ഇവിടെ അടുത്ത് പറയാറുണ്ട് ഷെമിയെ ഒരു പണിയും എടുക്കരുത്, നല്ല ശ്രദ്ധിക്കണം, പണിയിലൊക്കെ ഒന്നും പോണ്ട, എന്നെ കൊണ്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. ഡോക്ടർ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ എന്താ പറഞ്ഞത്? 14 ദിവസം അവിടെ ചികിത്സ ചെയ്തത് കൊണ്ട് ആ 14 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ? നമ്മൾ എത്ര ആണോ നമ്മള് പ്രസവശേഷം എത്ര. ഒരു മിനിറ്റ് മാഡം, ഒരു മിനിറ്റ്. ഇനി ബായിനോട് കച്ചറ ഉണ്ടാക്കുമ്പോ എന്നോട് ഉണ്ടാകും. ഇവിടെ പോയി ഞാനും ബായും കച്ചറല്ല. ബായിക്ക് എന്തെങ്കിലും എന്നോട് അറിയാവുന്ന പോയിട്ടാ മേഡം. ഓൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ 2 ദിവസം ആയിട്ടുള്ളൂ ഇവിടെ കേരളത്തിൽ എത്തിയിട്ട്. പക്ഷേ ഇപ്പൊ ഓന് ഇവിടെ വന്നിങ്ങാണ്ട് ഓന് മലയാളം പറയല്ലാണ്ട് രക്ഷല്ല. കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും ഹിന്ദി അറിഞ്ഞൂടാ. അല്ല ഓന് ഹിന്ദി അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പഠിയൂന്ന്. പക്ഷെ ഹിന്ദി അല്ലോ ഒരു ബംഗ്ല ഭാഷ. അപ്പൊ ഹിന്ദി ബംഗ്ലാ ഭാഷ ഉണ്ട്. അപ്പൊ മലയാളത്തിന്റെ മലയാളം നമ്മളെ എന്തൊക്കെ ഭാഷകളാ ലോകത്തുള്ള. ഇനി അറിയുന്നത് മാത്രമേ ഉള്ളൂ വിചാരിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ ഇത് മാത്രം നല്ലല്ലോ. ബംഗ്ലുണ്ട്, ഉറുദു അറിയോ? പിന്നെ ഉണ്ട് വേറെയും കുറെ ഭാഷകൾ. പണ്ടത്തെ ലിപികൾ പ്രേമകഥകളൊക്കെ പിന്നെ ഷെമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷെമി കാണാപ്പാടായിട്ട് പറഞ്ഞു. ചായ കൊടുത്തോ?
ചായക്ക് ചായ എന്നല്ല ഹിന്ദി പറയാം. നമ്മളിവിടെ വേറെ കാര്യമുണ്ട്. നമ്മള് അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ നമ്മൾ മോശമായിട്ട് ഒന്നും പെരുമാറും. നമ്മളെല്ലാവരും എടുത്ത് ഫ്രണ്ട്സ് ആയിട്ടേ പെരുമാറുള്ളൂ. ഞാൻ അങ്ങനെ പെരുമാറും. ഏത് പണിക്കാരായാലും ആരായാലും ഞാനൊരു ഫ്രണ്ട്ലി ലെവലില് എല്ലാവരുടെ അടുത്തും പെരുമാറുള്ളൂ. അത് എന്താ പറയാ, ചില ആൾക്കാര് പണിക്കാര് മുതലാളി അങ്ങനത്തെ സാധനത്തിലൊക്കെ ഞാൻ നിൽക്കലില്ല. ചില സമയത്ത് നിൽക്കല്ലാണ്ട് ഒരു ഒഴിവില്ലെങ്കിൽ നിന്ന് പോയെങ്കിൽ നല്ലാതെ മാക്സിമം പറയണ്ടല്ലോ ഉറപ്പായിട്ടും പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഓന്റെ തിരിയായിട്ടാ എന്താ വേണമെന്ന് ചോദിക്കും ക്ഷമേ. എന്തോ പറയാനറിയോ? നീ ചോദിച്ചു നോക്ക്, എന്തെങ്കിലും മാണ്ടി വന്നാലോ ചോദിച്ചു നോക്ക്. ചോദിച്ചു പോയി നോക്ക്. ചായ കൊടുക്കുമ്പോ ചോദിക്കാ കാനാ തിന്നാന്ന് മാത്ര കാന മതിയോന്ന് ചോദിച്ചാൽ കിത്തിന എന്തെങ്കിലും കിത്തിന എത്ര വേണ്ട ചോദിച്ചു നോക്ക്. ചായ മതിയോന്ന് വെച്ച് നോക്ക്. ചായ വേണോന്ന് വെച്ച് നോക്ക്. ചിലപ്പോ ചായ കുടിക്കലുണ്ടാവില്ല, ചിലപ്പോ കാപ്പി കുടിച്ചോ? ചായ കുടിച്ചോ? ചിലപ്പോ കാപ്പി ആയിക്കിട്ടോ കുടിക്കാ ക്ഷമയെ. പതിച്ച് ചോക്ലേറ്റിന് അറിയാ, ചോക്ലേറ്റിന് എന്താ പറയാ? ചോക്ലേറ്റ്. കറക്റ്റാ, അങ്ങനെയാണെന്ന് പ്രൊനൗൺസിയേഷൻ വരണ്ടേ. ചോക്ലേറ്റ് അങ്ങനെ എന്താ പറയാ പ്രൊനൗൺസിയേഷനാ വരണ്ടേ ശരിക്കും. അല്ലാണ്ട് നമ്മളെ ചോക്ലേറ്റ് അങ്ങനെ നല്ല പറയണ്ടേ. ടീക്ക് എന്താ പറയാ? അങ്ങനെ പറയണ്ടേ. കൊറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ ചെയ്യേ. വാട്ട് ഈസ് യുവർ നെയിം അങ്ങനെ ചോദിക്കാൻ ഇംഗ്ലീഷില് അങ്ങനെ തന്നെ ആയിരിക്കാ. ചായ എടുക്കാൻ പോവാണ്. പറ്റും. എന്റെ മീൻകറി ആർക്കാ പറ്റാത്ത? എന്റെ അച്ചായ ഇവിടെ മീൻകറി പറ്റൂല. ചോദിച്ചോക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചോക്ക് ക്ഷമേ. ഒന്ന് പോരായിരുന്നു, എനിക്കിത് അറിയൂല. കുഞ്ഞപ്പോ പൊന്തിയപ്പോ സൗണ്ട് പോയെന്താ? അതോ ഒക്കെ ഒരു അഡ്ജസ്റ്റ്. നിന്റെ അടുത്തൊക്കെ എന്നെങ്ങനെ കാണിക്കണമല്ലേ? ഞാൻ കുറച്ച് പറഞ്ഞിറങ്ങി ഒന്ന് ചോദിക്കും ബംഗാളിനോട്. ഇനി ചോദിക്കാ ബംഗ്ലായങ്ങോട്ടെ ഞാൻ സൈഡിൽ നിൽക്കണേ. ഇനിയല്ലല്ലോ കൈകാര്യം ചെയ്ത് പറഞ്ഞത്. ചോദിച്ചോക്ക് ചായ വേണോ ചോദിച്ചു. വെള്ളം തീർന്നു ചോദിച്ചു. വെള്ളത്തിന് എന്താ പറയാ? പാനി, തണുത്ത വെള്ളം. ചോദിക്കി അല്ല മുനങ്ങി ഭാഷ ഒന്ന് പറഞ്ഞു തരൂ. How's your age? How old are you? कितना your age? कितना तुम age कितना? 20. ഞാൻ പറഞ്ഞില്ല 20 വയസ്സായിട്ടുള്ളൂ. ഞാൻ അവനോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാ. എന്ത് നാം ക്യാ? അനീകുൽ. ഏതാ മോനെ ഇംഗ്ലീഷ് പേരൊക്കെ ഭാഷമാര് നമ്മള്. നമുക്കൊരു പ്രശ്നം വരുന്നത് പേരിനൊന്നും ഒരു കുഴപ്പമില്ല. തോടാ വയറല്ലേ. देखो यूट्यूब देखो. ओके ओ അന്ന് പ്രശ്നം മുഷ്കിൽ तुम finish your നമ്മൾ എണീക്കുക. അതാണല്ലേ അതല്ല ക്ഷമ. എന്തെന്താ നമ്മൾ ഇങ്ങനെ ആയിപ്പോയോ ക്ഷമേ? ആലോചിച്ച് നോക്കി നമ്മൾ എങ്ങനെ ആയിപ്പോയത്. ഹിന്ദി അറിയാണ്ട്. പക്ഷെ ഗോവയിലൊക്കെ ഞാൻ പോയ സമയത്തില്ലേ അന്ന് ബസ്സിന്നൊക്കെ ഞാൻ കച്ചറുണ്ടാക്കിന്. കച്ചറെല്ലായിടത്തും ഒരുപോലെ കാര്യോ ആടുന്ന് ഞങ്ങളോട് അധികം പൈസ വാങ്ങി. അതിനൊക്കെ ഞാന് വേണ്ടാത്ത ഓരോരോ കാര്യത്തിന് നമ്മൾ വിഷമിക്കല്ലോ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ വിഷമിക്കേണ്ട കാര്യം. അവര് ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിയാലോ കുറച്ചൊക്കെ. ഇംഗ്ലീഷ് കേൾക്കാൻ ഇപ്പൊ കുറെ ഞാൻ പറഞ്ഞ പോലല്ല കുറച്ചൊക്കെ പഠിച്ചിക്കണ്. ഇന്ന എന്റെ പേരെ കൂട്ടത്തിട്ടോ ചെമിയെ. പക്ഷെ ഹിന്ദി ഞാൻ കുറച്ചൊക്കെ പറയൂ കേട്ടോ. ഇതൊന്നും കിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും പിടിച്ചു നിൽക്കും. എവിടെയും പോയി ഞാൻ കുടുങ്ങി പോവില്ല. എന്തെങ്കിലും ഞാനവിടെ പോകണ്ടേ എന്നിട്ടല്ലേ കുടുങ്ങണേ. ചായ ആണോ? ചായ വേണ്ട. ചായ പേരും തന്നെ കഴിച്ചോ.
അവന്റെ പേര് എന്തായാലും ഇതുണ്ടാവും ഉമർഗുല്ലോ എന്തോന്ന് പറഞ്ഞേക്കണ എന്താന്ന് അറിയില്ല. ചോദിച്ചത് ചെറിയ ചെക്കന്മാരാട്ടോ, ചെറിയ ചെക്കന്മാരാ. എന്റെ അനിയന്റെക്കാട്ടിന് ഏജ് കുറവുള്ളവരാ, അത്രേ ഉള്ളൂ. നമ്മൾ പറയണ്ട എന്റെ ആട്ട് പിടിക്കൂ. എന്റെ പിടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഏതായാലും ഷെമി ഇതാക്കണ 24 മണിക്കൂർ ഇങ്ങനെ കഴിക്കുക, കെടുക്കുക, കഴിക്കുക. ചോറ് കുറെ തിന്നിട്ട് ഒരു കാര്യമില്ല ഷെമി. ചോറാണോ? അല്ല, എന്നോട് പറഞ്ഞു തരികയാണ് ചോറ് മാക്സിമം കുറച്ചോന്ന് പറഞ്ഞു തരികയാണ്. ഷെമിന്റെ ഷെമിയില്ല എപ്പോഴും ചോറ് കുറെ ഇങ്ങനെ കഴിച്ച് ആ ഒരു ഇതാണ് ഷെമിക്ക്. ഞാൻ ചോറ് കഴിക്കുക ആണ്, ചോറ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുക. ചോറ് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിന്റെ അടുത്തൊക്കെ പറയാ എന്തൊക്കെ തിന്നോ, എന്നിട്ട് ആ മീനൊക്കെ ഉണ്ടാവും, അതൊന്നും തരൂല. ചോറ് പിന്നെ എടുത്തിട്ട് തരിക. ചോറ് കുറയ്ക്കുന്ന ഏറ്റവും നല്ലത്. അത് നമ്മളെ ഹെൽത്തി. ആ കൊടുക്കല്ല, തരലില്ല. പിന്നെ ലൈറ്റിന് കുറച്ചൊരു കുറവുണ്ട്. നമ്മളെ ലൈറ്റ് കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ടത് ഇപ്പൊ നമ്മൾ കുറെ ദിവസം ഓണാക്കായിട്ടായിരിക്കാം ബൾബ് ഫീസായി പോയി തോന്നുന്നു. അതൊക്കെ റെഡി വരുമ്പോ ക്ലോക്കിൽ ബാറ്ററി ഇല്ല, ഷെപ്പിംഗ് ബാറ്ററി ഇടിച്ചു. അന്നപ്പോ അങ്ങനെ തന്നെ. പിന്നെ ഞാനൊരു തല്ലാട്ടോ എടുത്തു ചൂലോണ്ട്. ഇപ്പൊ റെഡി ആയോ? ചൂലോണ്ട് അച്ഛൻ അല്ലാടിക്ക് എത്തണ്ടേ? ആ എന്തി അങ്ങനെ പറയാ, എത്തായാലും ചൂലെടുത്ത് തച്ചെന്ന് പറയാ. ആൾക്കാർ ഇനി വേറെ ടെററാന്നുള്ള അല്ലേ തന്നെ ആൾക്കാരെ മൈൻഡിലങ്ങനെ. അത് റീലല്ലേ? റീലോ അലക്കന്നെ മൂടാ. തല്ലുകാരിയാ, ഓരോരോ കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്യുന്ന കേട്ടോ. ഷെഫിയാണ് ഒറിജിനൽ തന്നെയാണ്. എന്താ ഷെമി എങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആരോടെങ്കിലും കച്ചറ ഉണ്ടാക്കാൻ പോയി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ഞാൻ അതിനെ കുറിച്ചുള്ള എവിഡൻസ് ഒന്നും ഞാൻ പുറത്തെ വിടാണ്ടിരിക്കുക. തല്ലുകാരാരാണ്, തല്ലുകാരത്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവിടെ ഇന്റർവ്യൂലൊക്കെ എല്ലായിടത്ത് ചോദിച്ചു ആരാണ് തെറ്റിക്കഴിഞ്ഞാൽ നന്നാല്, ഞാൻ ആരാണ് കൂടുതൽ ദേഷ്യം, ഞാൻ അങ്ങനെ അവള് പറഞ്ഞ ഞാനെന്ന് പറഞ്ഞാൽ ഈ ഞാനല്ലോ കേട്ടോ, ഇവള് പറഞ്ഞിക്ക ഓളാണെന്ന്. അപ്പൊ നിങ്ങക്ക് അറിയാലോ ആരാ ദേഷ്യക്കാര് ആരാ തല്ലുകാര്. നീ അതിന്റെ ഇടയിൽ കൂടെ എന്നിട്ട് ഞാൻ ഇതാക്കാൻ നിക്കണ്ട കേട്ടോ. അപ്പൊ ഏതായാലും സ്കൂള് തുടങ്ങിക്കോള് പോയി. ഞങ്ങൾ രണ്ടാളെയും കൂടി ഓളെല്ലാം കൂടി ഇട്ടായിട്ട് പറഞ്ഞയച്ചിന്റെ അമ്മോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാ പോയത്. ഇന്നലെ അതുകൊണ്ട് സ്കൂൾ പോണെന്ന് കച്ചറ. ഞാൻ പറഞ്ഞു ഷെഫിനോട് കൊണ്ടുവരും. ഗേറ്റ് പൂട്ടിട്ട് കണ്ടപ്പോ പോന്ന് ഓക്ക് എന്തും നമ്മൾ പറഞ്ഞാ വിശ്വാസം വരുമല്ലോ. ഓക്കെ അവിടെ പോയിട്ട് കാണണം. സ്കൂളില്ലെങ്കിൽ അവിടെ പോയിട്ട് കാണണം ഗേറ്റ് പൂട്ടി. അങ്ങനെയാണെങ്കിൽ രക്ഷിത. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോണ ഇന്ന രാത്രി അങ്ങോട്ട് പോകാൻ നോക്കി. അപ്പൊ എന്താ പറഞ്ഞു, മക്കളൊക്കെ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഓക്ക് വിശ്വാസമല്ല. ഓക്കെ പോയി കണ്ട് മക്കൾ ഉറങ്ങിയേ കാണും, എന്നാലേ അവള് വിശ്വസിക്കൂ അല്ലേ? വല്ലാത്തൊരു മോളന്നാ. ഇനിയിപ്പോ വിഷയൊക്കെ ആയതുകൊണ്ട് ഇന്നലായിരുന്നു എന്തോ കടലാന്നാ പറയുന്നത്, പടകത്തിന് കടല പൊട്ടിക്കാന്ന്. പിന്നെ ഇപ്പൊ പടകം പൊട്ടിക്കാന്ന്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പൊ ഗൈസ് ഏതായാലും ഞങ്ങള് ഇതൊക്കെ ഒന്ന് ഈ പണികളൊക്കെ ഒന്ന് തീർത്തും കഴിഞ്ഞ ഏതായാലും നമുക്ക് നാളെ കാണാം ഗൈസ്. ബൈ ബൈ, ടാറ്റാ. ടാറ്റ പറഞ്ഞാല്